Good morning, all of you. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഓയിലേഴ്സ് ഇക്വേഷനും അതുവഴി ബെർണോളിസ് ഇക്വേഷനുമാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ബെർണോളിസ് ഇക്വേഷൻ എന്താണെന്നൊന്നും കൂടെ നമുക്ക് നോക്കാം. എന്നിട്ട് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. Okay, the main assumptions in Bernoulli's equations are the fluid is ideal and viscosity is zero. നമ്മൾ ഓൾറെഡി ഫോഴ്സസ് കൺസിഡർ ചെയ്തതാണ്. അതിനകത്ത് നമ്മൾ വിസ്കസ് ഫോഴ്സ് എല്ലാം സീറോ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അസംഷൻ അവിടെ കൺസിഡർ ചെയ്യുക. The fluid is ideal and viscosity is zero. Then the flow is incompressible. Density നമ്മളവിടെ compressibility force ഒന്നും എടുത്തിട്ടില്ല. The flow is incompressible and the flow is steady. ഫ്ലോ സ്റ്റഡി ആണ്. നമ്മൾ ആക്സിലറേഷൻ ഡിറൈവ് ചെയ്യാൻ നേരം സ്റ്റഡി ഫ്ലോ വെച്ചിട്ടാണ് നമ്മൾ ഡോ വി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു സീറോ കണ്ടീഷനൊക്കെ അവിടെ എടുത്തായിരുന്നു. ദ ഫ്ലോ ഈസ് ഇറൊട്ടേഷണൽ. റൊട്ടേഷണൽ മീൻസ് ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് റൊട്ടേഷണൽ എന്ന് പറയുന്നത്. റൊട്ടേഷൻ എന്ന് പറയുന്നത് അത് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആക്സിസിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ ഫ്ലോ ഈസ് റൊട്ടേഷണൽ. അപ്പോൾ മെയിൻ അസംഷൻസ് ഇൻ ബെർണോളിസ് ഇക്വേഷൻസ് ആർ ദ ഫ്ലൂയിഡ് ഈസ് ഐഡിയൽ, ദാറ്റ് ഈസ് വിസ്കോസിറ്റി ഈസ് സീറോ, ദ ഫ്ലോ ഈസ് സ്റ്റഡി, ദ ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ ആൻഡ് ദ ഫ്ലോ ഈസ് റൊട്ടേഷണൽ. എല്ലാ തവണയും ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നേരം വിത്ത് അസംഷൻസുമായിട്ടാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 4 അസംഷൻസ് ഓർത്ത് വെച്ചിരിക്കുക. Then what is the statement of Bernoulli's theorem? Okay, it states that in a steady ideal flow of an incompressible fluid, that means നമ്മൾ ഈ പറഞ്ഞ assumptions ഒക്കെ ഒരു വരിയായിട്ട് പറയുകയാണ്. It states that in a steady ideal flow of an incompressible fluid, the total energy at any point of the fluid is constant. അപ്പോൾ ഇതാണ് നമ്മളുടെ ബെർണോളിസ് ഇക്വേഷന്റെ സ്റ്റേറ്റ്മെന്റ്. ശ്രദ്ധിച്ച്, ദ ടോട്ടൽ എനർജി അറ്റ് എനി പോയിന്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഒരു ഫ്ലൂയിഡിന്റെ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ ഏത് സ്ഥലം ആയിക്കോട്ടെ, വേരി ചെയ്തോട്ടെ, ഏത് സ്ഥലം എടുത്താലും അവിടുത്തെ ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓർ ഡേറ്റം എനർജി. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിക്ക് വേറെ പറയുന്ന പേരാണ് ഡേറ്റം എനർജി. അപ്പോൾ പക്ഷേ ഈ ഓരോ എനർജീസിനും വേരി ചെയ്താലും അതിന്റെ ടോട്ടൽ എനർജി എടുക്കുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ദീസ് എനർജീസ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പോൾ പറഞ്ഞതെല്ലാം പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തതാണ്, പി ബൈ റോ ജി. ആൻഡ് കൈനറ്റിക് എനർജി per unit weight ആണ്. kinetic energy is equal to v square by 2g and datum energy z. Thus mathematically Bernoulli's theorem can be written as p by rho g plus v square by 2g plus z equal to constant. ഇതാണ് Bernoulli's theorem. ഓക്കെ, ഈ ഒരു ഫിഗർ വെച്ച് നേരത്തെ നമ്മൾ 2 സെക്ഷൻ എടുത്ത്, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. അപ്പോൾ ഇവിടെ ഒരു കാണിച്ചിരിക്കുന്ന ഒരു അതിൻ്റെ പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു ഗേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഈ പോയിന്റിലെ പ്രഷർ അറിയാം, ഇവിടുത്തെ പ്രഷർ അറിയാം. അപ്പോൾ നമുക്ക് പ്രഷർ എനർജി കിട്ടും. പിന്നെ ഡേറ്റ ഉണ്ടെങ്കിൽ ഡേറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് സെൻറ്ററിലാണ് എപ്പോഴും ഡേറ്റത്തിൽ നിന്നുള്ള ആ ഒരു പൈപ്പിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ എപ്പോഴും h1 ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നേരം ജസ്റ്റ് ആ പോയിന്റ് ഡേറ്റത്തിൽ നിന്ന് ആ പോയിന്റ് വരെ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് അതിൻ്റെ സെൻറ്റർ വരെയാണ് നമ്മൾ ഡേറ്റം എനർജി. അപ്പോൾ ഇവിടെ h1 ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, രണ്ടാമത്തെ പോയിന്റിൻ്റെ h2 ആണ്. ദെൻ കൈനറ്റിക് എനർജി, അവിടുത്തെ വെലോസിറ്റി ഉണ്ടെങ്കിൽ കൈനറ്റിക് എനർജി കിട്ടും v സ്ക്വയർ ബൈ 2g. ഓക്കെ, അപ്പോൾ ഏത് പോയിന്റ് എടുത്താലും ടോട്ടൽ എനർജി ഇവിടുത്തെ ഇതിൻ്റെ എല്ലാ സമ്മും ഇവിടുത്തെ ഇതിൻ്റെ സമ്മും ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് p1 by rho g plus v1 square by 2g plus h1 is equal to p2 by rho g plus v2 square by 2g plus h2. ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ എല്ലാം ടോട്ടൽ എനർജി നമ്മൾ ആഡ് ചെയ്യുമ്പം ഡിഫറെൻറ്റ് പോയിന്റിന്റെ സെയിംസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുലയാണ് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇനിയുള്ള പ്രോബ്ലംസിലെല്ലാം അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ടു ദ ഫസ്റ്റ് പ്രോബ്ലം. Water is flowing through a pipe of 5 cm diameter under a pressure of 29.43 Newton per centimeter square. That is gauge pressure ആണ് തന്നിരിക്കുന്നത്. And with mean velocity of 2 meter per second. Find the total head or total energy per unit weight of water at a cross section which is 5 meter above the datum line. അപ്പോൾ ഇതിൻ്റെ ഫിഗർ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. നമ്മൾ സപ്പോസ് ഈ ഒരു പിക്ചർ വെച്ച് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ 2 പോയിന്റിൽ ഒരു പോയിന്റേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു P1 മാത്രം കൺസിഡർ ചെയ്യുക. അവിടുത്തെ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, പ്രഷർ തന്നിട്ടുണ്ട്.
പൈപ്പിന്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ഈസ് 5 സെന്റിമീറ്റർ. നമ്മളെല്ലാത്തിനെയും മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക, 0.5 മീറ്റർ. ദെൻ പ്രഷർ അവിടെ തന്നിട്ടുണ്ട് 29.43 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. അതിനെ നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുക, മൾട്ടിപ്ലൈഡ് ബൈ 10⁴. ദെൻ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. വെലോസിറ്റി ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഡേറ്റം ഹെഡ് അതിന്റെ ശ്രദ്ധിച്ച് വിച്ച് ഈസ് 5 മീറ്റർ. ആ പോയിന്റ് എന്ന് പറയുന്നത് 5 മീറ്റർ എബവ് ദി ഡേറ്റം. അപ്പം ഈ ഒരു പിക്ചർ നോക്കുവാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഗ്രീൻ ലൈനാണ് ഡേറ്റമായിട്ട് എടുത്തിരിക്കുന്നത്. ആ ഗ്രീൻ ലൈനിൽ നിന്ന് ആ ഒരു സെക്ഷനിലോട്ടുള്ള ഹൈറ്റ് h1 അല്ലെ z1 എന്ന് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 5 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. മീറ്ററിൽ തന്നെയാണ്. ദെൻ ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് പ്ലസ് ഡേറ്റം ഹെഡ്. ദെൻ പ്രഷർ ഹെഡിന്റെ ഫോർമുല P ബൈ റോ ജി. P നമ്മളുടെ പ്രഷർ അവിടെ തന്നിട്ടുണ്ട് ബൈ റോ ജി. വാട്ടർ ആണ് ഫ്ലോ ചെയ്യുന്നത്. ദെൻ ഡെൻസിറ്റി ഈസ് 1000 ഇൻറ്റു 9.81. ഓക്കെ, കൺഫ്യൂഷൻ ആവാനുള്ള ഒരെണ്ണയിലെ എല്ലാ ഹെഡിലാണ് മീറ്റേഴ്സിലാണ് അവസാനം കിട്ടുന്നത്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് ഫൈൻഡ് ദ ടോട്ടൽ ഹെഡ്. ഇനി ടോട്ടൽ എനർജിയും തന്നിട്ടില്ല എന്ന് വിചാരിക്കരുത്. ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. അതാണ് നമ്മളുടെ എന്താ ഫോർമുലക്കകത്ത് വരുന്ന ഡെഫിനിഷൻസ്. ഓക്കെ, ദെൻ കൈനറ്റിക് ഹെഡ് ഈസ് v സ്ക്വയർ ബൈ 2g. വെലോസിറ്റി ഓൾറെഡി ഗിവൺ ആണ്, ദാറ്റ് ഈസ് 2 ആണ്. 2 സ്ക്വയർ ഡിവൈഡ് ബൈ 2g. ദെൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് Z ആണ്, അവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 5 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഹെഡ് ഈസ് സം ഓഫ് പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ ഹെഡ് ഓർ ഡേറ്റം ഹെഡ്. അപ്പോൾ അത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ഹെഡ് കിട്ടും. ഇതൊരു സിമ്പിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് എപ്പോഴും 2 പോയിന്റ് വെച്ചിട്ടായിരിക്കും കൂടുതൽ പ്രോബ്ലംസും തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. A pipe through which water is flowing is having diameter 20 centimeter and 10 centimeter at the cross section 1 and 2 respectively. The velocity of water at section 1 is given 4 meter per second. Find the velocity head at section 1 and 2 and also rate of discharge. ശ്രദ്ധിച്ച ക്വസ്റ്റ്യൻ. എ പൈപ്പ് ത്രൂ വിച്ച് വാട്ടർ ഈസ് ഫ്ലോയിങ്. വാട്ടർ ആണ് ഉദ്ദേശിക്കുന്ന. ഡെൻസിറ്റി എടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്? ഓയിൽ ആണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ തരും. ഈസ് ഹാവിംഗ് ഡയമീറ്റർ 20 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ അറ്റ് ദ ക്രോസ് സെക്ഷൻ 1 and 2. അപ്പൊ ഇത് നോക്കിയാൽ ഒരു കൺവേർജ് ചെയ്യുന്ന പൈപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റിലെ ക്രോസ് സെക്ഷൻ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 സെന്റിമീറ്ററും സെക്കൻഡ് പോയിന്റിലെ ഡയമീറ്ററും 10 സെന്റിമീറ്ററും. Then the velocity of water at section 1 is given 4 meter per second. First section le velocity തന്നിട്ടുണ്ട് 4 meter per second. And find the velocity head at section 1 and 2 also rate of discharge. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന വെലോസിറ്റി ഹെഡ് സെക്ഷൻ 1ലെയും സെക്ഷൻ 2ലെയും വെലോസിറ്റി ഹെഡ്, ദാറ്റ് മീൻസ് v സ്ക്വയർ ബൈ 2g ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ റേറ്റ് ഓഫ് ഡിസ്ചാർജ്. വെലോസിറ്റി ഉണ്ടെങ്കിൽ ഏരിയ ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് നമുക്ക് കാണാം. ബൈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി, അല്ല ഡിസ്ചാർജ് ഫോർമുല അപ്ലൈ ചെയ്താലും മതി. ഓക്കെ, ദെൻ ഫസ്റ്റ് നോക്കിയേ. ഗിവൺ ഡയമീറ്റർ d1 ഈസ് 20 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 0.2 മീറ്റർ. കൺവേർട്ട് ചെയ്യുക. ഡയമീറ്റർ ഉണ്ട്, നമുക്ക് എന്താ കണ്ടുപിടിക്കാം? ഏരിയ ഈസ് π/4 d1 സ്ക്വയർ. ദെൻ വെലോസിറ്റിയും തന്നിട്ടുണ്ട് 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റിന്റെ ഇത്രയും തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് പോയിന്റിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.1 മീറ്റർ. 10 സെന്റിമീറ്റർ ആണ്, കൺവേർട്ട് ചെയ്യുമ്പോൾ 0.1 മീറ്റർ. അപ്പോൾ ഡയമീറ്റർ വെച്ച് A2 കാണുക. സെക്ഷൻ 2ലെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വെലോസിറ്റി അറ്റ് സെക്ഷൻ 1 എടുക്കുവാണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി ഹെഡ് എത്രയാണ്? v1 സ്ക്വയർ ബൈ 2g. ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട് ഫൈൻഡ് ദ വെലോസിറ്റി ഹെഡ് അറ്റ് സെക്ഷൻ 1 and 2. അപ്പൊ ആദ്യമേ വെലോസിറ്റി ഫസ്റ്റ് തന്നിട്ടുണ്ട്, അവിടുത്തെ ഡയറക്റ്റ് ആയിട്ട് ഹെഡ് കണ്ടുപിടിക്കാം. v1 സ്ക്വയർ ബൈ 2g. v1 നമുക്കറിയാം 4 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2g, 2 ഇൻറ്റു 9.81. അപ്പോൾ വെലോസിറ്റി ഹെഡ് അറ്റ് സെക്ഷൻ 1 കിട്ടും. ദെൻ വെലോസിറ്റി ഹെഡ് അറ്റ് സെക്ഷൻ 2 എന്ന് പറയുന്നത് v2 സ്ക്വയർ ബൈ 2g. ഓക്കെ, പക്ഷേ v2 നമുക്ക് അറിയത്തില്ല. v2 അറിയത്തില്ല, അപ്പം v2 കണ്ടുപിടിക്കണം. അപ്പം എന്ത് കണ്ടുപിടിക്കാം? ഏത് ഫോർമുല അപ്ലൈ ചെയ്യുക? കണ്ടിന്യൂറ്റി ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യുക v2 കാണാൻ. ദാറ്റ് ഈസ് a1 v1 ഈസ് ഈക്വൽ ടു a2 v2. a1 അറിയാം, v1 അറിയാം, a2 അറിയാം. ദെൻ ഫൈൻ v2, ദാറ്റ് ഈസ് a1 v1 ഡിവൈഡഡ് ബൈ a2. ബാക്കി വാല്യൂസ് എല്ലാം അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ v2 നമുക്ക് കിട്ടും, ദാറ്റ് ഈസ് 16 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ശ്രദ്ധിച്ച്, ഈ ഏരിയ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സെക്ഷനിലാണ്, അവിടെ വെലോസിറ്റി കുറവാണ്. സെക്കൻഡ് സെക്ഷനിൽ ഏരിയ കുറവാണ്, വെലോസിറ്റി കൂടുതലാണ്. അത് മനസ്സിലാക്കുക. എപ്പോഴും ഏരിയ വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏരിയ കൂടുതലാണ്, അവിടെ വെലോസിറ്റി കുറവായിരിക്കും. ഏരിയ കുറവാണെങ്കിൽ അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. Then find velocity head at section 2 is v2 square by 2g.
നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. V2 വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫസ്റ്റ് രണ്ട് കാര്യങ്ങൾ അവിടെ കണ്ടുപിടിച്ചു. ഫൈൻഡ് ദ വെലോസിറ്റി ഹെഡ് അറ്റ് സെക്ഷൻ 1 and 2. ദെൻ റേറ്റ് ഓഫ് ഡിസ്ചാർജ്, ദാറ്റ് ഈസ് ഡിസ്ചാർജ് ഫോർമുല എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏത് പോയിന്റ് എടുക്കാം, ഫസ്റ്റ് പോയിന്റും എടുക്കാം, സെക്കൻഡ് പോയിന്റും എടുക്കാം, ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ A1 V1 A2 V2 ഏതെങ്കിലും എടുത്ത് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് A1 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. A1 ഇൻറ്റു V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാനല്ല, ഏത് എടുത്താലും മതി. ഓർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഡിസ്ചാർജ് കിട്ടും. ഓക്കെ, അടുത്ത തേർഡ് പ്രോബ്ലം. ദ വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഹാവിംഗ് ഡയമീറ്റർ 20 cm and 10 cm at section 1 and 2 respectively. The rate of flow through the pipe is 35 liter per second. The section 1 is 6 meter above the datum and section 2 is 4 meter above the datum. If the pressure at section 1 is 39.24 Newton per centimeter square, find the intensity of pressure at section 2. സിമ്പിൾ ആയിട്ട് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഫിഗർ ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് തരത്തില്ല, ഫിഗർ നമ്മൾ തന്നെ വരയ്ക്കണം. അപ്പോൾ അത് ശ്രദ്ധിച്ചേ. ദ വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഹാവിംഗ് ഡയമീറ്റർ. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യുക. ഡയമീറ്റർ എന്ന് പറയുന്നത് 20 സെന്റിമീറ്ററും പിന്നെ 10 സെന്റിമീറ്ററാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ അതിന്റെ പൊസിഷൻ വരയ്ക്കിച്ചില്ലെങ്കിലും ജസ്റ്റ് ഈ വരച്ചിരിക്കുന്ന പോലെ ആദ്യത്തെ ഒരു ഫിഗർ വരയ്ക്കുക. ഇനി at section 1 and 2 respectively. The rate of flow through the pipe, rate of flow, that is discharge തന്നിട്ടുണ്ട് 35 ലിറ്റർ പെർ സെക്കൻഡ്. ഡിസ്ചാർജ് രണ്ട് പോയിന്റിലും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 35 ലിറ്റർ പെർ സെക്കൻഡിനെ മീറ്റർ ക്യൂബിലോട്ട് മാറ്റാൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. ഓക്കെ, അതെപ്പോഴും അറിഞ്ഞിരിക്കുക. 35 ലിറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ ഡിവൈഡ് ബൈ 1000 ചെയ്യുക. ഇനി the section 1 is 6 meter above the datum and section 2 is 4 meter above the datum. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് സെക്ഷൻ ഒരു ഡേറ്റം ലൈൻ അസ്യൂം ചെയ്യുക. ആ ഡേറ്റത്തിൽ നിന്ന് ഫസ്റ്റ് സെക്ഷന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 മീറ്ററും സെക്കൻഡ് സെക്ഷന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്ററുമാണ്. അപ്പോൾ നമുക്ക് വരച്ചാൽ തന്നെ തിരിച്ചു വരയ്ക്കുമ്പോൾ എന്തായാലും ശരിയാവത്തില്ല, നമുക്ക് മനസ്സിലാവും. അപ്പം ഫസ്റ്റ് സെക്ഷൻ ആണ് മുകളിൽ നിൽക്കുന്നത്, സെക്കൻഡ് സെക്ഷൻ താഴെ. അപ്പോൾ ഒരു ഡിക്രീസിങ് ആയിട്ട് ഒരു താഴോട്ട് ചരിഞ്ഞാണ് നമ്മളുടെ ഫിഗർ വരുന്നത്. അപ്പോൾ ഈ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പൈപ്പ് വരയ്ക്കുമ്പോൾ അതിന്റെ ആക്സിസ് വരയ്ക്കുക. ആക്സിസുമായിട്ട് അതിന്റെ സെന്ററുമായിട്ടുള്ള ഹൈറ്റ് ആണ് ഈ 6 മീറ്ററും 4 മീറ്റർ. ഓൾറെഡി ഞാൻ പറഞ്ഞു, അല്ലാതെ ഈ പോട്ടത്തിൽ കയറി ആരും വരയ്ക്കരുത്. കാരണം ഈ പോട്ടത്തിലൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഹൈറ്റ് ഉണ്ട്, നമ്മൾ ഡയമീറ്റർ ഒക്കെ എടുത്ത് ഒരുപാട് അങ്ങനെയൊക്കെ ആവശ്യമില്ലാതെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഡേറ്റത്തിൽ നിന്ന് പൈപ്പിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ സെൻട്രലിലോട്ടുള്ള ഹൈറ്റ് ആണ് എപ്പോഴും തന്നിരിക്കുന്നത്. അത് സ്പെസിഫൈ ചെയ്യത്തില്ല, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, അത്രയും കാര്യം തന്നിട്ടുണ്ട്. ഇഫ് ദ പ്രഷർ അറ്റ് സെക്ഷൻ 1, ഫസ്റ്റ് സെക്ഷനിലെ പ്രഷറും തന്നിട്ടുണ്ട് 39.24. ദാറ്റ് മീൻസ് ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിനെ നമുക്ക് മീറ്ററിലോട്ട് അവിടെ കൺവേർട്ട് ചെയ്യാം. എല്ലാത്തിനും മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം, ഒറ്റ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. Then find the intensity of pressure at section 2. Simple ആണ്. എന്ത് അപ്ലൈ ചെയ്യുക? Bernoulli's equation section 1 is equal to, that is total energy at section 1 is equal to total energy at section 2. ഈ ഒരു കണ്ടീഷൻ ആദ്യമേ നിങ്ങൾക്ക് വേണം എഴുതി വെക്കാം. P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. ഇനി ഓരോ ടേമിലെയും നമുക്ക് അറിയാവുന്ന വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുക. അപ്പോൾ ഒബ്വിയസ്ലി അൺനോൺ ആയിട്ടിരിക്കുന്ന ടേം അവിടെ കാണും, അതായിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്ന് നോക്കിയേ, P1 by rho g. P1 by rho g കാണാം. P1 നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി 31.24 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. അതിനെ നമ്മൾ ഇൻറ്റു 10⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കി. Z1 ഓൾറെഡി തന്നിട്ടുണ്ട്, ഡയമീറ്റർ ഉണ്ട്, ഏരിയയും ഉണ്ട്. അപ്പോൾ വെലോസിറ്റി കാണാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്ചാർജ് അവിടെ തന്നിട്ടുള്ളതുകൊണ്ട് ഡിസ്ചാർജ് ബൈ ഏരിയ. അതുപോലെ സെക്ഷൻ 2-ലും ഡയമീറ്റർ ഉണ്ട്, ഏരിയ കണ്ടുപിടിക്കുക, Z2 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ P2 കാൽക്കുലേറ്റ് ചെയ്യണം. റേറ്റ് ഓഫ് ഫ്ലോ നമുക്ക് തന്നിട്ടുണ്ട് 35 ഡിവൈഡ് ബൈ 1000 ഈസ് 0.035 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. Then now applying discharge formula, Q is equal to A1 V1. V1 എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ A1 ആണ്, V2 എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ A2 ആണ്. നമുക്ക് എല്ലാം എന്തെങ്കിലും ഒരു വാല്യൂസ് അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി തരും. ഡിസ്ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വെലോസിറ്റി അവിടെ കണ്ടുപിടിക്കാം. ഓക്കെ, V1ഉം V2ഉം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഡയറക്റ്റ് ആയിട്ട് ബാക്കി V1 സ്ക്വയർ ബൈ 2g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, V2 സ്ക്വയർ ബൈ 2g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Z1ഉം തന്നിട്ടുണ്ട്, Z2ഉം തന്നിട്ടുണ്ട്. ആകെ അൺനോൺ ആയിട്ടുള്ള ടേം ഏത് വരും? P2 ബൈ റോ ജി. അപ്പോൾ ആ P2 ബൈ റോ ജിയുടെ അവിടെ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ,
P2ൻ്റെ അവിടെ ബൈ റോജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഫൈനലി വി ഗെറ്റ് ദ വാല്യൂ ഓഫ് P2 ആസ് 40.27 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇവിടെ മീറ്റർ സ്ക്വയറിലോട്ട് കിട്ടി, അതിനെ നമ്മൾ തിരിച്ച് സെൻറ്റിമീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്തെടുത്തതാണ്. കാരണം മറ്റേ പ്രഷർ എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്യണം. ബാക്കി വാല്യൂസ് എല്ലാം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തനിയെ വേണം ആൻസർ കണ്ടുപിടിക്കാൻ. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്യരുത്. എല്ലാവരും കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ആൻസർ ചെക്ക് ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഹാവിംഗ് ഡയമീറ്റർ 300 mm ആൻഡ് 200 mm അറ്റ് ദ ബോട്ടം ആൻഡ് അപ്പർ എൻഡ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ബോട്ടം എൻഡും അപ്പർ എൻഡും, ബോട്ടം എൻഡാണ് വലുതായിട്ടിരിക്കുന്ന 300, അപ്പർ എൻഡ് 200. അപ്പോൾ അത് ഫിഗർ മനസ്സിലാക്കി വരയ്ക്കുക. Then the intensity of pressure at the bottom end, ഇവിടുത്തെ P1 തന്നിട്ടുണ്ട് 24.525 Newton per centimeter square, and the pressure at the upper end 9, upper endലെയും pressure തന്നിട്ടുണ്ട്. Determine the difference in datum head if the rate of flow through the pipe is 40 liter per second. അപ്പോൾ ഇവിടെ നമുക്ക് തരാതിരിക്കുന്ന ഏതാ? ബോട്ടം തന്നിട്ടുണ്ട്, ടോപ്പ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എത്ര ഹൈറ്റിലാണ് ഓരോ പോയിന്റ് ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. അവിടെ ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ Z1 Z2 എന്ന് മാർക്ക് ചെയ്യും. ഇപ്പം ഇങ്ങനെ വരയ്ക്കുന്നതിൽ ചിലർ തിരിഞ്ഞു പോവും. ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ചരിഞ്ഞിരിക്കും, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ പൊസിഷൻ ശ്രദ്ധിച്ച് മാത്രം ആ ഒരു ബോട്ടം എൻലാർജും ടോപ്പ് ചെറുതായിട്ട് തന്നെ വരയ്ക്കുക. ഓക്കെ, അപ്പം D1 ഉണ്ട്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് D1 ഉണ്ട്. ദെൻ ഫൈൻഡ് ഏരിയ കണ്ടുപിടിക്കുക. അവിടുത്തെ ഡിസ്ചാർജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നോക്കട്ടെ. ഓക്കെ, സോറി, ഡിസ്ചാർജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദ റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ ദ പൈപ്പ് ഈസ് 40 ലിറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഡിസ്ചാർജ് ഉണ്ട്. ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഏരിയയും ഉണ്ട്, ഡയമീറ്റർ തന്നിരിക്കുന്ന ഏരിയ കണ്ടുപിടിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ V1 V2 നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. P1 P2 ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, അതിനെ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുക. Then apply Bernoulli's equation. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഡിഫറൻസ് ആണ്. ഓക്കെ, ഡിറ്റർമൈൻ ദ ഡിഫറൻസ് ഇൻ ഡേറ്റം ഹെഡ്, ദാറ്റ് ഈസ് Z2 - Z1 ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ആ ഒരു ടേമിലോട്ട് ഇങ്ങോട്ട് മാറ്റുക, Z2 - Z1. കാരണം ഈ ഫിഗറിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് Z2 ആണ് ഹൈറ്റ് കൂടുതൽ. അപ്പോൾ Z2 - Z1 തിരിച്ച് എഴുതുവാണെങ്കിൽ നെഗറ്റീവായിട്ട് വരും, അത്ര വ്യത്യാസം വരത്തുള്ളൂ. Z2 - Z1 എന്ന് പറയുന്നത് ബാക്കി ഇത്രയും P1 ബൈ റോജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V1 ഓൾറെഡി കണ്ടുപിടിച്ചു, ഡിസ്ചാർജ് ബൈ A1 പ്ലസ് Z1 അതുപോലെ എഴുതുക. P2 തന്നിട്ടുണ്ട് ബൈ റോജി, വാട്ടർ ആണ് ഫ്ലോ ചെയ്യുന്നത്, അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. പ്ലസ് P2 ഓൾറെഡി കണ്ടുപിടിച്ചു, ഡിസ്ചാർജ് ബൈ A2 ബൈ 2G പ്ലസ് Z2. അപ്പോൾ Z2 - Z1 ഈസ് ഈക്വൽ ടു, നമുക്ക് ബാക്കി സോൾവ് ചെയ്തെടുക്കാം. Then we get the difference in datum head is equal to Z2 - Z1 as 13.7 meter. ഇതും നിങ്ങൾ ചെയ്ത് നോക്കണം. എല്ലാം ഒറ്റൊരു കണ്ടീഷനേ ഉള്ളൂ, ബെർണോളിസ് ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യുക. ഇനി എന്തെങ്കിലും കേസ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ വരുന്നത് നമുക്ക് വെലോസിറ്റി എന്തെങ്കിലും വാല്യൂസ് അറിയത്തില്ലെങ്കിലാണ് അവിടെ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ തരുന്നത്. ഡിസ്ചാർജ് ഫോർമുല തരത്തില്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. Okay, next problem. The water is flowing through a taper pipe. Taper എന്ന് പറയുന്നത് ഈ പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൈപ്പാണ്. ഓഫ് ലെങ്ത് 100 meter, ഹാവിംഗ് ഡയമീറ്റർ 600 mm at the upper and 300 mm at the lower end. Okay, at the rate of 50 liter per second. ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 50 liter per second ആണ്. പിന്നെ പൈപ്പ് ടേപ്പറിംഗ് ആണ്. ടോപ്പ് ഡയമീറ്റർ ആണ് വലുത് 600 mm, ബോട്ടം ഡയമീറ്റർ 100 ആണ്. സോറി, ബോട്ടം 600ഉം ഒരു മിനിറ്റ് 100 മീറ്റർ ലെങ്ത് തന്നിട്ടുണ്ട്. 100 മീറ്റർ പൈപ്പിന്റെ ലെങ്ത് 100 മീറ്റർ തന്നിട്ടുണ്ട്. ഹാവിംഗ് ഡയമീറ്റർ 600 mm അറ്റ് ദി അപ്പർ, ടോപ്പിൽ 600 mm ബോട്ടത്തിൽ 300 mm ആണ്, അല്ലെ ലോവറിൽ 300 mm ആണ് തന്നിരിക്കുന്നത്. ഡിസ്ചാർജും തന്നിട്ടുണ്ട്. ദ പൈപ്പ് ഹാസ് എ സ്ലോപ്പ് ഓഫ് 1/30. അപ്പോൾ അത് ഒന്ന് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ലെങ്ത് ഓഫ് ദ പൈപ്പ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ അവിടുത്തെ സ്ലോപ്പും തന്നിട്ടുണ്ട്, 1/30 തന്നിട്ടുണ്ട്. Find the pressure at the lower end if the pressure at the higher end is 19.62. ഹയർ എൻഡിലെ പ്രഷർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ലോവർ എൻഡിലെ പ്രഷർ ആണ്. ഓക്കെ, ലെങ്ത് ആദ്യമേ നമുക്ക് ഗിവൺ വാല്യൂസ് എഴുതുക. ലെങ്ത് ഓഫ് ദ പൈപ്പ് ഈസ് 100 മീറ്റർ. പക്ഷേ 100 മീറ്റർ ആണെങ്കിലും പൈപ്പ് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന, ഹൊറിസോണ്ടൽ അല്ല ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലെങ്ത് ആണ് 100 മീറ്റർ തന്നിരിക്കുന്നത്. ദെൻ ഡയമീറ്റർ D1 600, D1 തന്നിട്ടുണ്ട്, ഫൈൻഡ് A1. ദെൻ D2 തന്നിട്ടുണ്ട്, ഓൾസോ ഫൈൻഡ് A2. ദെൻ പ്രഷർ അറ്റ് P1 തന്നിട്ടുണ്ട് 19.62 × 10⁻⁴ Newton per meter square.
ഇത്രയും കാര്യങ്ങളുണ്ട്. റേറ്റ് ഓഫ് ഫ്ലോയും തന്നിട്ടുണ്ട് 50/1000 ചെയ്യുമ്പോൾ 0.05 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പ്രഷർ അറ്റ് ദ ലോവർ എൻഡ്. ലോവർ എൻഡിലെ പ്രഷറാണ് അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ സെഡിന്റെ വാല്യൂസും കൂടെ വേണം. ഇത് ഇൻക്ലൈൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഡേറ്റം Z1 Z2 വാല്യൂ അറിയത്തില്ല. ആദ്യമേ നമ്മൾ അങ്ങനെയൊക്കെ ചില കേസസ് വരുമ്പോൾ ഒരു ഡേറ്റ് നമ്മൾ അസ്യൂം ചെയ്യുക. ഈ ഡേറ്റം വരയ്ക്കുമ്പോൾ മാക്സിമം ഇതിന്റെ സെന്ററിൽ നിന്ന് തന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുക. ഈ ഒരു പോയിന്റിൽ കൂടെ വരയ്ക്കുമ്പോൾ നമുക്ക് Z1 എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കാം. Z1 0 ആക്കാനാണ് നമ്മൾ ആ ആക്സിസിന്റെ അവിടെ നിന്ന് തന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ഡേറ്റം ലൈൻ വരയ്ക്കുന്നത്. നമുക്ക് Z2 മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ മതി. അപ്പം അത് ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു ഡേറ്റ നമുക്ക് അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ Z1ന്റെ വാല്യൂ ഇപ്പോൾ ഡിഫറൻസ് ഒന്നും അല്ലെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ ഒരു വാല്യൂ 0 ആക്കി കൊടുക്കുക. 0 ആക്കണമെങ്കിൽ ആക്സിസിന്റെ സെന്ററിൽ നിന്ന് വേണം, അല്ലാതെ ഈ ഒരു സൈഡിൽ നല്ല എടുത്ത് വരയ്ക്കേണ്ട. ആക്സിസിന്റെ സെന്ററിൽ നിന്ന് വേണം എടുത്ത് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ. ഇനി ഇവിടെ നമുക്ക് ലെങ്തും തന്നിട്ടുണ്ട്, സ്ലോപ്പും തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് Z1 ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം സ്ലോപ്പ് ഇൻ 1/30 മീൻസ് 1/30 ഇൻറ്റു അവിടുത്തെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടുത്തെ ഹൈറ്റ് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 10/3 മീറ്റർ ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ Z1 കിട്ടി. അതിന് മാത്രം വേണ്ടിയാണ് ഈ ലെങ്തും ഈ സ്ലോപ്പും ഇവിടെ തന്നിരിക്കുന്നത്. സ്ലോപ്പ് ഇൻറ്റു ആ ഒരു ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഹൈറ്റ് കിട്ടും. Okay, we also know that Q1 is Q is equal to A1 V1, that is equal to A2 V2 by continuity equation. Find V1 discharge by A1, V2 is equal to discharge by A2. V1 V2 calculate ചെയ്യുക. Z1 is equal to 0. Z2 എന്ന് പറയുന്നത് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 10/3. P1 തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് find the pressure at the lower end. P2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. ഇത് എപ്പോഴും നമ്മുടെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ഈ ഫോമുലയിൽ നമ്മൾ പറഞ്ഞിരിക്കണം. P1 ഉണ്ട്, by rho g അറിയാം, V1 ഉണ്ട്, 2g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Z1ന്റെ വാല്യൂ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ D1 ഇവിടെ ആയതുകൊണ്ട് Z2 ആണ് ഇവിടെ 0 ആയിട്ട് വരുന്നത്. Z1 അതുപോലെ തന്നെ ഇടുക. കാരണം നമുക്ക് Z1 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 1/30 ഇൻറ്റു 100 ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Z1ന്റെ വാല്യൂ 10/3. ആ പോയിന്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ മാർക്ക് ചെയ്ത് അതുമായിട്ട് മാറരുത്. P1ഉം P2ഉം Z1ഉം ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P2ന്റെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. ദാറ്റ് ഈസ് 22.857 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഇത് ഞാൻ ഇത്ര സ്കിപ്പ് ചെയ്ത് പോയേക്കുന്ന ഈ വാല്യൂസ് ഓരോന്നും നിങ്ങൾ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യേണ്ടതാണ്. എല്ലാം ഇതിനകത്ത് തന്നിട്ടുണ്ട്. അത് ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ഓരോ ഇക്വേഷൻസും അത് ഓരോ ടേംസും കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്രോബ്ലംസ് ഏകദേശം സെയിം ആണ്. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇത് വെച്ചൊന്ന് ചെക്ക് ചെയ്യുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ. ഓക്കെ, സിമ്പിൾ ആണ്. ഈ ലോസ് ഓഫ് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി കണ്ടുപിടിച്ച് അതിന്റെ ഡിഫറൻസ് എടുക്കുന്നതാണ് ലോസ് ഓഫ് എനർജി. ഇവിടെ നമുക്ക് ലോസ് ഓഫ് എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി ഒരു പോയിന്റിൽ കണ്ടുപിടിക്കുക, ടോട്ടൽ എനർജി രണ്ടാമത്തെ പോയിന്റിൽ കണ്ടുപിടിക്കുക. ആ രണ്ട് പോയിന്റ് നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ലോസ് ഓഫ് ഹെഡ് അല്ലെ ലോസ് ഓഫ് എനർജി അവിടെ കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം. A conical tube of length 2 meter is fixed vertically with the smaller end upwards. The velocity of flow at the smaller end is 5 meter per second, while at the lower end is 2 meter per second. The pressure head at the smaller end is 2.5 meter of liquid. The loss of head in the tube is 0.35 V1 minus V2 the whole square divided by 2g, where V1 is the velocity at the smaller end and V2 at the lower end respectively. Determine the pressure head at the lower end. Flow takes place in the downward direction. Okay, simple ആണ്. ഇത്രയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും കാര്യമൊക്കെ സിമ്പിൾ ആണ്. എ കോണിക്കൽ ട്യൂബ് മീൻസ് ഒരു കൺവേർജ് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബാണ് തന്നിരിക്കുന്നത്. 2 മീറ്റർ ലെങ്ത് നമുക്ക്, ദാറ്റ് മീൻസ് അതിന്റെ ഹൈറ്റ് എടുക്കുമ്പോൾ 2 മീറ്റർ ആണ് അവിടെ തന്നിരിക്കുന്നത്. അതിങ്ങനെ തിരിച്ച് ഡൗൺവേർഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഹൈറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, is fixed vertically with this smaller end upward. അപ്പോൾ സ്മോളർ എൻഡ് അപ്വേർഡ് ആയിട്ട് കൊടുക്കുക, അതിൻ്റെ ലോവർ എൻഡ് ലാർജർ എൻഡ് ഡൗൺവേർഡ് ആയിട്ടും കൊടുക്കുക, അല്ല ബോട്ടത്തിൽ കൊടുക്കുക. ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ദ സ്മോളർ എൻഡ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്മോളർ എൻഡിന്റെ വെലോസിറ്റി ഉണ്ട് V1 എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
Then V2 എന്ന് പറയുന്നത് 2 meter per second ആണ്. അത് അതുപോലെ നമ്മൾ എഴുതി വെക്കുക. ദി പ്രഷർ ഹെഡ് അറ്റ് ദ സ്മോളർ എൻഡ് ഇവിടുത്തെ പ്രഷർ ഹെഡ് തന്നിട്ടുണ്ട് P1 by rho g ആണ്. പ്രഷർ ആണെങ്കിലാണ് P1. പ്രഷർ ഹെഡ് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് P1 by rho g എന്ന് പറയുന്നത് 2.5 meters of liquid. ആ വാല്യൂ നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്രയും ചെയ്ത പ്രോബ്ലത്തിലെല്ലാം P1 ഇന്റൻസിറ്റി ഓഫ് പ്രഷർ തന്നിട്ട് ബൈ റോ ജി വെച്ചിട്ടാണ് നമ്മൾ പ്രഷർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പ്രഷർ ഹെഡ് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ വേറെ എക്സ്ട്രാ ടേം തന്നിരിക്കുന്നത് എന്താ ലോസ് ഓഫ് ഹെഡ് ഇൻ ദ ട്യൂബ്. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ഡൗൺവേർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 തൊട്ട് 2 വരെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ സം ലോസസ് അവിടെ നടക്കും. മെയിൻലി ഈ ലോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ നമുക്ക് ഈ ലോസ് വരുന്നത് ഒരു എക്സ്പാൻഷൻ ലോസ് ആണ്. ആ ലോസസ് നമ്മൾ പിന്നെ അങ്ങോട്ട് പൈപ്പിലോട്ടൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഒരുപാട് ലോസ് നമുക്കുണ്ട്. ഫ്രിക്ഷണൽ ലോസ് ഉണ്ട്, എക്സ്പാൻഷൻ ലോസ് ഉണ്ട്, കോൺട്രാക്ഷൻ ലോസ് ഉണ്ട്, ബെൻഡ് ലോസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ലോസ് വരും. അപ്പൊ ഇവിടെ ഒരു ചെറിയ ലോസ് ഉണ്ടാവുന്നുണ്ട്. ആ ലോസിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യമേ നമുക്ക് ആകെ കണ്ടുപിടിക്കേണ്ട V1ഉം V2 കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോസ് കിട്ടും. ഓക്കെ, then V1 is the velocity at smaller end and V2 the lower end respectively. Smaller end ടോപ്പിലാണ്, ലോവർ എൻഡ് ബോട്ടത്തിലാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. ഡിറ്റർമൈൻ ദ പ്രഷർ ഹെഡ് അറ്റ് ലോവർ എൻഡ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രഷർ ഹെഡ് അറ്റ് ദ ലോവർ എൻഡ് ദാറ്റ് ഈസ് P2 by rho g ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുക. ഓക്കെ, ഫ്ലോ ടേക്സ് പ്ലേസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. താഴോട്ട് ഫ്ലോ എടുക്കും. ഓക്കെ, ബാക്കി ടേംസ് അല്ല. L എന്ന് പറയുന്നത് 2 meter ആണ് ലെങ്ത്. നമുക്ക് പിന്നെ അങ്ങോട്ട് Z ആയിട്ട് എടുക്കുക. അവിടെ V1 എന്ന് പറയുന്നത് 5 meter per second, P1 by rho g 2.5 meters of liquid, V2 തന്നിട്ടുണ്ട് 2 meter per second. അപ്പൊ ഇവിടുത്തെ ലോസ് ഓഫ് ഹെഡിനകത്ത് ഈ ഒരു ഫോമുലക്കകത്ത് V1ഉം V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ വാല്യൂ ആദ്യമേ അവിടെ കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. V1ഉം V2 തന്നിട്ടുണ്ട്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ ആൻസർ 0.16 meter കിട്ടും. നമുക്ക് ചോദിച്ചിരിക്കുന്നത് P2 by rho g. Apply Bernoulli's equation section 1 and 2. P1 by rho g plus V2 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2 plus HL. അവിടെ ഒരു ലോസ് തന്നിട്ടുണ്ട്. ഈ ലോസും കൂടെ ആഡ് ചെയ്തെങ്കിൽ നമ്മളുടെ എന്താ അവിടുത്തെ ടോട്ടൽ എനർജി ഈക്വൽ ആവും. ഇനി എന്താണ് താഴെ ആഡ് ചെയ്യാൻ റീസൺ എന്ന് പറയുന്നത് ലോസ് സംഭവിക്കുന്ന 1 തൊട്ട് 2 വരെയാണ്. അപ്പൊ ഈ 2 എത്തുമ്പോഴാണ് അവിടെ ആ ലോസ് കുറയുന്നത്. അപ്പൊ അത് ഈ 2 ആഡ് ചെയ്തെങ്കിൽ മാത്രമേ ആ പോകുന്ന ആ ലോസ് ഈ സെക്ഷൻ 2 ആഡ് ചെയ്യെങ്കിലേ സെക്ഷൻ 1 നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു രണ്ടാമത്തെ ടേമിൽ ഹെഡ് ലോസ് അവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, let the datum line passes through section 2. ഇനി ഇവിടെ നമുക്ക് എടുക്കേണ്ടത് L തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹൈറ്റ് നമുക്കുണ്ട്. പക്ഷെ Z1 Z1 നമുക്ക് അപ്പൊ എത്ര ആയിട്ട് എടുക്കാം? ആ L-ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ Z2 അല്ലെങ്കിൽ സെക്ഷൻ 2 അവിടെ നമ്മൾ ഡേറ്റം വരയ്ക്കുക. ഈ ഒരു പോയിന്റിൽ സെക്ഷൻ 2 ഡേറ്റം വരയ്ക്കുക. അപ്പൊ നമുക്ക് Z2 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. Z1 ഈസ് ഈക്വൽ ടു L ആക്കാം. ദാറ്റ് ഈസ് 2 meter എന്ന് അവിടെ കൊടുക്കാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. let the datum line passes through section 2 then Z2 is equal to 0 and Z1 is equal to 2. ആ അതും കൂടി ഇവിടെ ഒന്ന് വരച്ചു ചേർക്കുക. എന്നിട്ട് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 2 meter മാർക്ക് ചെയ്യുക. ഈ പിക്ചർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാം തന്നാൽ ശരിയാവത്തില്ല. ഇതൊക്കെ നമ്മൾ എക്സാമിന് തന്നെ വരയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ആ ഓരോ ടേംസും നമ്മൾ അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം HL ഉണ്ട്, Z2 ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് P2 by rho g. ഇനി ഇവിടെ P2 കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പ്രഷർ ഹെഡ് അറ്റ് 2 തന്നെയാണ്. അപ്പൊ P2 by rho g എന്ന് പറയുന്നത് ഇത് റിസോൾവ് ചെയ്യുമ്പോൾ അല്ലെ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 5.407 meters ഓഫ് ലിക്വിഡ്. ഏത് ലിക്വിഡ് ആണോ അതിന്റെ. കാരണം ഇവിടെ വാട്ടർ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഏത് ലിക്വിഡ് ആണ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മീറ്റേഴ്സ് ഓഫ് ഫ്ലൂയിഡ് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ആ ഒരു സെയിം സിമിലർ പ്രോബ്ലം തന്നെയാണ്. കോണിക്കൽ ഷേപ്പിൽ ഡേറ്റം നമ്മൾ ആക്സിസിൽ കൂടെ എടുക്കുമ്പോൾ ZA എന്ന് പറയുന്നത് 0 ആവും, Z2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ B എന്ന് പറയുന്നത് 4 meter ആവും. ഇതും കൂടെ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ബെർണോളിസ് ഇക്വേഷന്റെ ആദ്യത്തെ ഇനീഷ്യൽ പാർട്ടിൽ കുറെ പ്രോബ്ലംസ്. ഈ ബെർണോളിസ് നമുക്കൊന്ന് ചെയ്യാൻ തറവായി കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ആപ്ലിക്കേഷനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ജസ്റ്റ് ബെർണോളിസ് ഇക്വേഷന്റെ പ്രോബ്ലംസ് എല്ലാമാണ്. അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.